ഹലോ എല്ലാവരോടും. ഇന്ന് ഞാൻ ഒരു ഗോതമ്പ് ദോശയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയേക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ട, കോഴിമുട്ടയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് മൂന്നും കൂടെ യോജിപ്പിക്കണം. നമുക്ക് ഒരു കയ്യിലിൻ്റെ ഇതെടുത്തിട്ട് നമുക്ക് മൂന്നും കൂടെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നമ്മൾ ദോശയുടെ പാകത്തിന് എടുക്കണം. ഇതേ ബാറ്റർ കട്ട കെട്ടരുത്. പിന്നൊരു ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോ തവിയായിട്ട് ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കണം. അധികം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പരത്താതെ ഒരുവിധം കട്ടിയായിട്ട് വേണം ഇത് പരത്താനായിട്ട്. എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിമൊരിയുമ്പോഴേക്കും ഈ മേൽഭാഗം ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ തൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് മറിച്ചിടണം കേട്ടോ. ഇരുമ്പ് തവ ആയതുകൊണ്ട് എനിക്ക് അടി പിടിക്കുമെന്നൊരു പേടിയുണ്ടായി. പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാം കിട്ടി. അങ്ങനെ ഇത് മറിച്ചിട്ടതിന് ശേഷം നല്ല പോലെ അടിയും കൂടി മുരിയുമ്പോഴേക്കും നമുക്ക് എടുത്തു വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇത്രയും ഇട്ടിട്ട് അതും വേണം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, ഒരു 2 പച്ചമുളക് ഇത്രയാണ് എടുത്തു വെച്ചേക്കണം മുട്ടക്കറിക്ക് വേണ്ടിയിട്ട്. ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പെരിഞ്ചീരകം, മറ്റേ ഗ്രാമ്പു, ഏലക്ക, പട്ട ഇത്രയും സാധനങ്ങൾ ഇട്ട് നല്ല പോലെ ഇത് ഒരുവിധം പൊട്ടി വരും. ആ പാകം വരെ ഇത് നല്ല പോലെ മൊരിയിച്ചെടുക്കണം കേട്ടോ. നല്ലോണം മൊരിയിച്ചെടുക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കൂടുക. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഞാനൊരു 2-3 ചെറുതായിരുന്നേ. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതും കൂടെ ഇട്ടിട്ട് പിന്നെ ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് വഴറ്റുക. ഒരുപാട് ഭയങ്കരമായിട്ട് കളറ് മാറണ്ട, ഒരു ചെറിയ കളർ മാറിയാൽ മതി. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഞാൻ വീണ്ടും ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ കറിയിലേക്ക് എല്ലാം കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു പരുവായി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ, പഴുത്ത തക്കാളിയും കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം ആ പച്ചമുളകും ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതിലേക്ക് വേറെ മസാല ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അടിച്ചു ഒഴിച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ചേർക്കുക. ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുക. കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. പിന്നെ 2-ാം പാല് ഒഴിച്ച് കുറുകി വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് ഒന്ന് ഗ്രേവി കുറുകി വരുമ്പോഴേക്കും നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് എടുത്ത് ഇത്തിരി വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി എടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് മുട്ട കറി റെഡിയായി.